ഹലോ ഗൈസ്, അന്ന് ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായി. അതിൻ്റെ ബാക്കി ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. എന്തായാലും വെറുതെ കിടക്കല്ലേ വീഡിയോസ്, അപ്പോൾ കാണിക്കാൻ വിചാരിച്ചു. ഇപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയതാണ് കേട്ടോ. അതൊക്കെ കഴിച്ച് ഞങ്ങൾ കഴിച്ചു. പിന്നെ ഒരു നേരം വെളുപ്പിൽ 3:30 ആകുമ്പോൾ എനിക്ക് വേദനയൊക്കെ എടുക്കും, കരച്ചിൽ തുടങ്ങും, ചൂട് തുടങ്ങും. അപ്പം ഞാൻ എവിടെയും എടുക്കില്ല. അച്ഛൻ നോക്കിയപ്പോൾ എന്നെ കാണാനില്ല, അമ്മേനെ എന്നെയും കാണാനില്ല. അത് അച്ഛൻ ഞങ്ങളുടെ പുറക്കെ വാതിലേക്ക് കുറ്റിയിട്ട് വന്നു. ഞങ്ങൾ എവിടെയാണെന്നറിയോ ഗൈസ്? ഞങ്ങൾ ഈ വഴി കൂടെയൊക്കെ നടന്നു പോയതാണ്. പാതിരാത്രി ചീറ്റ തന്നെ ഹോസ്പിറ്റലിനുള്ളിൽ കൂടെ ഞങ്ങൾ ഈ കൂടെയൊക്കെ നടന്നുപോയി. അത് ഞങ്ങൾ ഈ കാറ്റ് കിട്ടണമെങ്കിൽ ഇവിടെ വന്ന് നിൽക്കുക. ഇവിടെ അമ്മയുടെ തോത്ത് ഇങ്ങനെ കിടക്കുമ്പോഴേ ഞാൻ ഉറങ്ങുള്ളൂ. എന്താ ചെയ്യുക? വേറെ വഴിയില്ല. ഇത് ഞങ്ങൾ താഴേക്കൊക്കെ പോവും. താഴെ പോയിട്ട് അച്ഛൻ എനിക്ക് മീനെ കാണിച്ചു തരും. ഈ സാധനത്തിനൊക്കെ കണ്ടിട്ട് ഞാൻ കുറേ നേരം അവിടെ ഇരിക്കും. പക്ഷെ എന്നാലും ചൂടും നല്ലൊരു പ്രശ്നമായിരുന്നു. മേത്ത് കൈമേലെ കുത്തിയാൻ്റെ ഒരു വേദന എനിക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നേരെ വന്നപ്പോ പല്ലൊക്കെ തേച്ചിട്ട് ഞാൻ ആപ്പിളൊക്കെ കഴിച്ചാനിരിക്കണം. ഇപ്പം ഞാൻ കുറച്ചും കൂടെ ഉഷാറായില്ലേ. നേരെ വന്നപ്പോൾ ഞാൻ ഉഷാറാവും. ചിന്നു അതുമായി എനിക്ക് എടുത്താ ഇനി എനിക്കത് കഴിക്കാൻ പറ്റില്ല. അച്ചട്ട് വേണ്ടാവില്ല. ഇന്നലെ ഉള്ളതുപോലെ എനിക്കൊരു ജ്യൂസ് ഉണ്ടാക്കി തന്നു. മനുഷ്യന് വയറിളകി. ഇനി പരീക്ഷിക്കാൻ നിൽക്കരുത് തന്നെ. എൻ്റെ താരക നീക്കൊരു മാരെങ്കിലും നിന്നെ കുണ്ടുവെച്ചാൽ തറിയ നിൽക്കട്ടെ. ഞാൻ ഇത് മാറ് എൻ്റെ ഇടയ്ക്ക് നീ നക്കിയ നോക്കാണ്ട് എനിക്കിതാരി അല്ല. ഇതാണ് ഞങ്ങളുടെ റൂം ഇട്ടാ. ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ വാതിൽ. ചെറിയൊരു പ്രശ്നത്തോടെ കുഴപ്പമില്ല. ഞങ്ങളുടെ റൂമാ. നക്കിയിട്ട് ശരിയാവില്ലല്ലോ. മധുരമൊന്നും ഞാൻ തോന്നാ. അപ്പം പരീക്ഷണം തോറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ചായ കുടിക്കണോട്ട് ഇറങ്ങി പോകുന്നു ഡേയ്സ്. അത് കഴിഞ്ഞ് ഞങ്ങളിത് ഇവിടെ ചായ കുടിക്കാനിരിക്കും. ഇനിയിപ്പോൾ ചായ വന്നിട്ട് അത് കുടിക്കണം. കൈമടിക്കിടയ്ക്ക് വേദന വരണമെന്താ എനിക്ക് ദേഷ്യം വരും. എന്നാലും ഞാൻ അച്ഛൻ പഠിച്ചെന്ന പാപ്പവും പത്തിരിയും പഴംപൊരിയുടെ ഉള്ളിലത്തെ പഴം മാത്രമൊക്കെ എടുത്ത് ഞാൻ തിന്നു. എനിക്ക് അതിൻ്റെ പുറത്തുള്ള സാധനം ഇഷ്ടമല്ല. അത് അച്ഛൻ എനിക്ക് നൊഴി പൊളിച്ചൊക്കെ തരും കേട്ടാ. അച്ഛൻ അച്ഛൻ റെഡിയാണ് അപ്പ. അതാരെ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ തന്നെ ഉണ്ടാകുന്നുള്ളൂ. അത് കാരണം എനിക്ക് രാത്രിയായപ്പോൾ എൻ്റെ സ്വഭാവം മാറുന്നത് കാണിച്ചു തരാറുതേ. നേരം വെളുപ്പിനാവുമ്പോഴായിരം രാത്രി എനിക്കിതിങ്ങനെ ഉണ്ട്. കുറേ വെള്ളം കുടിക്കണം. ഞാൻ കുറച്ചുകൂടെയായിരിക്കും കൈമിടിച്ചാനൊക്കെ ഒരു വീക്ക് ഞാൻ ദേഷ്യം വരുമ്പോൾ. പക്ഷേ എന്നിട്ട് പ്രശ്നം വെച്ചാൽ എനിക്ക് തന്നെയാണ് വേദന. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. അത് ഞാൻ എന്ത് കറിയും അപ്പോൾ എൻ്റെ അടുത്ത് നടക്കും. തോളത്തിട്ടുള്ള നടക്കണം. ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും കറിയും. ഇതൊക്കെ എൻ്റെ പരിപാടികൾ. ഇനിയിപ്പോൾ വീണ്ടും താഴെ സിസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട് അത് കെട്ടണം. എല്ലാ ദിവസവും ഇതൊക്കെ തന്നെയാണ് പരിപാടികൾ. അങ്ങനെ ഞാൻ കെട്ടാൻ പോയിരിക്കുന്നത്. ഈ തവണ സിസ്റ്റർ എന്നെ മുഴുക്കെ പിടിച്ച് വലിച്ച് മുറുക്കി നന്നായി രീതിയിൽ കെട്ടി. ആദ്യം ദിവസം പേടിയിലായിരുന്നു. രണ്ടാമത്തെ ദിവസം കുറഞ്ഞ് ലാസ്റ്റേക്ക് എനിക്ക് പേടിയൊക്കെ പോയി. അതാണ് ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഗൈസ്. എല്ലാ ദിവസവും കണ്ട് മടുത്തേ. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി വീഡിയോ നാളെ കാണാത്ത.